ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു ബോയ് ഒരു ഹൈ ക്ലാസ് ഫാമിലിയിലുള്ള ഗേളെ ഭയങ്കരമായിട്ട് പ്രണയിക്കുകയാണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ ആ ഗേളിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഈ ബോയ് ആ ഒരു ലെവലിലെത്താൻ പല കാര്യങ്ങളും ലൈഫിൽ കൊണ്ടുവരും. കരിയറിനെ ഇംപ്രൂവ് ചെയ്യും, നിറയെ പണം ഉണ്ടാക്കാൻ തുടങ്ങും. അറ്റ് ലാസ്റ്റ് ആ ഒരു ലെവലിലെത്താൻ ആ ബോയ്ക്ക് പറ്റുമായിരിക്കും. അതിനുള്ള മോട്ടിവേഷനും പവറൊക്കെ എവിടെ നിന്നാണ് വന്നത്? ഒരു മെന്നോ വുമണോ താൻ അട്രാക്റ്റഡ് ആയിട്ടുള്ള ആളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി സ്വന്തം ബോഡിയിലെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ജിമ്മിൽ പോകാൻ തുടങ്ങും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും, ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും, ബെസ്റ്റ് ഷേപ്പിലാവാൻ ശ്രമിക്കും. ഇതിനുള്ള മോട്ടിവേഷനും പവറൊക്കെ എവിടുന്നാ വന്നേ? ചിലപ്പോൾ അവർ അട്രാക്റ്റഡ് ആയിട്ടുള്ള ആള് അവരുടെ ജീവിതത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ലൈഫിൽ ഈ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. അവരുടെ ലൈഫിൽ ഈ വലിയ മാറ്റങ്ങൾ വരുത്താൻ അവരെ മോട്ടിവേറ്റ് ചെയ്ത ഫാക്ടറാണ് ഈ സെക്ഷൽ ഡിസയർ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, സെക്ഷൽ ഡിസയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സെക്സിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചും ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ആ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഇഷ്ടം, അട്രാക്ഷൻ, അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷൻ, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എക്സാക്ട്ലി ആ ഇമോഷനെ കുറിച്ചാണ് നെപ്പോളിയൻ ഹിൽ ഇവിടെ പറയുന്നത്. ദ ഇമോഷൻ ഓഫ് സെക്സ്. ഹാപ്പിനെസ്, സാഡ് എന്നുള്ള മറ്റേത് ഇമോഷനെ പോലെയും ഇതും ഒരു ഇമോഷൻ തന്നെയാണ്. അപ്പോ എന്താണ് ഇതിനെ ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഇമോഷൻ, ഈ ഡിസയർ ആളുകൾക്ക് ഇത്രയും പവറും മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നത്? അഗെയിൻ, സെക്സും സക്സസും തമ്മിൽ എന്താണ് ബന്ധം? നെപ്പോളിയൻ ഹിൽ എഴുതുന്നത് എങ്ങനെയാണ്? സെക്സ് ഡിസയർ ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഓഫ് ഹ്യൂമൻ ഡിസയർ. വെൻ ഡ്രിവൺ ബൈ ദിസ് വി ഡെവലപ്പ് കീനെസ് ഓഫ് ഇമാജിനേഷൻ, കറേജ്, വിൽ പവർ, പെർസിസ്റ്റൻസ് ആൻഡ് ക്രിയേറ്റീവ് എബിലിറ്റി അൺനോൺ ടു us at other times. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമുക്ക് ഏതെങ്കിലും മേഖലയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മളിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇമാജിനേഷൻ, കറേജ്, വിൽ പവർ, പെർസിസ്റ്റൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ ക്വാളിറ്റീസ് ഒക്കെയാണ് നമുക്ക് സെക്ഷൽ ഡിസയർ ഹൈ ആയിരിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്നത്. ബട്ട് അപ്പോൾ ഈ ക്വാളിറ്റീസ് ഒക്കെ ആ ഒരു സമയത്ത് നമ്മൾ മറ്റു സമയങ്ങളെക്കാളും ഹൈ ആയി നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ നമ്മൾ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ വല്ല സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടും, ലൈക്ക് മാസ്റ്റർബേഷനോ അല്ലെങ്കിൽ ആക്ച്വൽ സെക്സിൽ ഏർപ്പെടും. ഇങ്ങനെ നമ്മൾ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ആ സമയത്ത് ബിൽഡായ ആ സെക്ഷൽ എനർജി, ആ ഡിസയർ, ആ ഇമാജിനേഷൻ, കറേജ്, വിൽ പവർ എക്സെട്ര അതൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇങ്ങനെ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ അതിൽ സ്പെൻഡ് ചെയ്തു പോകാൻ മാത്രമുള്ളതല്ല നമ്മുടെ സെക്ഷൽ എനർജി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ സെക്ഷൽ എനർജിയുടെ പോസിബിലിറ്റീസ്. When harnessed and redirected along the other lines, this motivational force maintain all of its attributes of keenness of imagination, courage, etc., which may be used as powerful creative force in literature, art, or in any other profession or calling, including of course the accumulation of riches. നമ്മളിൽ ആ സെക്ഷൽ ഡിസയർ ഹൈ ആയി നിൽക്കുന്ന ടൈമിൽ ആ എനർജി നമ്മളിൽ ബിൽഡ് ആവുമ്പോൾ നമ്മളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇമാജിനേഷനും, കവറേജും, വിൽ പവറും, പെർസിസ്റ്റൻസും, ക്രിയേറ്റിവിറ്റിയൊക്കെ ഡെവലപ്പ് ആവും എന്ന് പറഞ്ഞു. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഈ പവർഫുൾ ആയിട്ടുള്ള എനർജിനെ നമ്മൾ സെക്ഷൽ ആക്ടിവിറ്റീസിൽ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം മറ്റൊരു ഡയറക്ഷനിലോട്ട് തിരിച്ചുവിട്ടാൽ, മറ്റൊരു ടാസ്ക് ചെയ്യാനായി നമ്മൾ ഈ എനർജി ഉപയോഗിച്ചാൽ